Hello everyone, welcome to my channel. Today I am going to teach you set theory. Set theory എന്നത്തെ ഇതിൽ നമ്മൾ വെൻ ഡയഗ്രത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. വെൻ ഡയഗ്രം എന്താണ്? വെൻ ഡയഗ്രം എന്ന് പറയുന്നത് ഓക്കെ, വെൻ ഡയഗ്രം എന്ന് പറയുന്നത് നമ്മളൊരു ഡയഗ്രാം വഴി എന്ത് ചെയ്യുക, സെറ്റ്സിനെ പിക്ചോറിക്കലി അല്ലെ സർക്കിളായിട്ടോ ക്ലോസ്ഡ് കർവോ അല്ലെ എൻക്ലോസിങ് റെക്റ്റാങ്കിൾ അല്ലെ ക്ലോസ്ഡ് കർവ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. പിക്ചോറിക്കലി നമ്മൾ സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു സർക്കിളോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ നമ്മൾ എലമെൻസിനെ എഴുതിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ സർക്കിൾ അല്ലെ യൂണിയൻ എങ്ങനെയാണ്, അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 2 3 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 5 6 7 ആണെന്ന് വെച്ചോ. അപ്പോൾ എ യൂണിയൻ ബി എന്തായിരിക്കും? 1 2 3 4 5 6 and 7. ഇതാണ് എന്തെന്ന്, ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മളെന്താണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയും ബിയും കൂടെ കൂടിച്ചേർന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു സർക്കിൾ എടുത്തു. ഇത് നമ്മൾ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്തെടുത്തു, ബി എന്ന് പറയുന്ന സർക്കിൾ. അപ്പോൾ ബി എന്നുള്ളത് ഇങ്ങനെ യോജിപ്പിച്ചു. ഇത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റാണ്. ഇതിൽ എല്ലാം കൂടെ പെടുന്നുണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റും കൂടെ ചേർന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഷെയ്ഡ് ചെയ്യാണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തത്തിലുള്ളതാണ്. എയിലെയും ബിയിലുള്ള എല്ലാ എലമെൻറ്റും കൂടെ കൂടിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഇതിൽ ഇപ്പോൾ 4 5 ഇങ്ങനെ വെച്ചെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 4A വരുന്നുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഒരു ഒരു വെൻ ഡയഗ്രാം വരച്ചു. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് കോമൺ ആയിട്ടുള്ള ആ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് എ യൂണിയൻ ബി എ ഇൻ്റർസെക്ഷൻ ബിയും കാണിക്കുന്നത്. പിന്നെ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, എയിലുള്ളതും ബിയിലില്ലാത്തതും, അതായത് ബിയിലുള്ള എ മൈനസ് ബി, എയിലും ബിയിലും എൻ്റെ അകത്തുള്ള എലമെൻറ്റ് ബിയിലുണ്ടാവില്ല. അങ്ങനത്തേതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ എന്നുള്ള ഒരു എലമെൻ്റ് എടുത്തു, ഇങ്ങനെ വരച്ചു. അതായത് അപ്പോൾ ഇത് എ ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രമായിട്ടുള്ളത്, ബിയിലില്ല എലമെൻറ്റ്. ബിയിലും എയിലും കോമൺ ആയിട്ടും ഇല്ല. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇത്രയും ഭാഗമേ ഉള്ളൂ. എ മൈനസ് ബി എന്ന് പറയുന്നത്, അതായത് ബിയിലില്ലാത്ത എലമെൻറ്റ് ഇത്രയും ഭാഗത്തേ ഉള്ളൂ. ഇത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് എ മൈനസ് ബി ഇതാക്കുന്നത്. ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യും, ഇതുണ്ടാവില്ല. അപ്പോൾ പിന്നെന്താണ്, കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയിലില്ലാത്ത എലമെൻ്റാണ് എ ഡാഷിൽ ഉണ്ടാകുക, അതായത് കോംപ്ലിമെൻറ്റിൽ ഉണ്ടാകുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇത് എ ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതെന്ന് എടുത്തു. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം എയിലുണ്ട്, പക്ഷേ എ ഡാഷിലില്ല. ഇത് എയിൽ മാത്രം പെടുന്നതാണ്. അപ്പോൾ എയിലില്ലാത്ത എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്, അതാണ് എ ഡാഷ് അല്ലെ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, ഇങ്ങനെ സെപ്പറേറ്റ് വരയ്ക്കുക. ഇത് എ ഇത് ബി, അങ്ങനെയാകുമ്പോൾ എയും ബിയും എന്താണ്, ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. ഇതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, അതായത് മൂന്നിൽ കോമൺ ആയിട്ടുള്ളത് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് വരച്ചു, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് വരച്ചു, പിന്നെ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എന്നാണ്. അപ്പോൾ എയിലുണ്ടാകണം, ബിയിലുണ്ടാകണം, സിയിലുണ്ടാകണം. അപ്പോൾ മൊത്തത്തിൽ എന്തെടുക്കണം, നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ എന്താണ് ഇതിൽ, അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്, സിയിലും ഉണ്ട്, മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളതാണ് ഇത്. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി യൂണിയൻ സി ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു എ എന്നുള്ള വട്ടം വരച്ചു, ബി എന്ന് പറയുന്ന വരച്ചു, നമ്മൾ സി എന്നുള്ള വരച്ചു. നമുക്ക് എന്താ വേണ്ടത്, എ ഇൻ്റർസെക്ഷൻ ബി വേണം. ഇതെന്താണ്, ഇത് നമ്മൾ ഇത് എ എന്ന് കൊടുത്തു, ഇത് ബി എന്ന് കൊടുത്തു,
ഇത് സി എന്നും കൊടുത്തു. എ ഇൻ്റർസെക്ഷൻ ബി വേണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും കൂടെ ഉള്ളതല്ലേ, ഇത് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി നമുക്ക് എന്താ വേണ്ടത്? യൂണിയൻ. അതിൻ്റെ യൂണിയനും പിന്നെ എന്താണ്? ബി ഇൻ്റർസെക്ഷൻ ബി. ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ബി ഇൻ്റർസെക്ഷൻ സി അല്ലേ, ബി ഇൻ്റർസെക്ഷൻ സി. പിന്നെ അടുത്ത എന്താണ്? നമുക്ക് സി യൂണിയൻ, ഇതിൻ്റെയും കൂടെ യൂണിയൻ എന്താണ്? സി ഇൻ്റർസെക്ഷൻ എ. സി ഇൻ്റർസെക്ഷൻ എ. സി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഇത്, ബി ഇൻ്റർസെക്ഷൻ സി ഇത്, സി ഇൻ്റർസെക്ഷൻ എ. സി ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മൂന്നും കൂടെ വരും, അതായത് കോമൺ. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി നോക്ക്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 4 5 3 ആൻഡ് 3 അങ്ങനെ എടുത്തു. ഇനി സി ഈസ് ഈക്വൽ ടു 4 6 ആൻഡ് 6 3 1 അങ്ങനെ വന്നെന്ന് വെച്ചോ. അപ്പോൾ എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കൂടെ ഏതാണുള്ളത്? 3 ആണുള്ളത്. അപ്പോൾ നമ്മൾ അത് 3 എടുത്ത് കോമൺ. പിന്നെന്താണ്? ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 3യും 3യിൽ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 3 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, അതെടുത്തു. പിന്നെ 4 ഉണ്ട് കോമൺ ആയിട്ട്, ഇപ്പോൾ 4 എടുത്തു. പിന്നെന്താണ്? എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 3യും 1ഉം ഉണ്ട്, അപ്പോൾ 3യും 1ഉം എടുത്തു. അപ്പോൾ 3 റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് നമുക്കത് എഴുതണ്ട. അപ്പോൾ 3 4 1. അപ്പോൾ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടെ കോമൺ ആയിട്ടുള്ളതെന്ന് വരുമ്പോൾ ഇതും കൂടെ പെടും. അപ്പോൾ ഇതാണ് എന്തെന്ന്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ, അതിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ പെടും. ഈ 3 കാര്യങ്ങളും ഇതിൽ എല്ലാം പെടും, കോമൺ ആയിട്ടുള്ളത്. രണ്ടിലും കോമൺ ആയിട്ടുള്ള എടുത്തിട്ട് എഴുതുമ്പോൾ നമുക്കിതിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബീനെ നമുക്ക്, ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ബി യൂണിയൻ എ എന്ന് എഴുതാം. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബീനെ എ ഇൻ്റർസെക്ഷൻ ബീനെ നമുക്ക് എന്ത് എഴുതാം? ബി ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതാം. കാരണം രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. ഇനി അസോസിയേറ്റഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ബി പിന്നെ യൂണിയൻ സീനെ നമുക്ക് എന്ത് ചെയ്താൽ? എ യൂണിയൻ ബി യൂണിയൻ സീന് ഇതിനെ മാത്രം കോമൺ ആക്കിയിട്ട് എഴുതാം, ബ്രാക്കറ്റിലാക്കിയിട്ട് എഴുതി. പിന്നെ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി പിന്നെ ഇൻ്റർസെക്ഷൻ സി ആണ്, നമുക്ക് എന്ത് ചെയ്താൽ? എ ഇൻ്റർസെക്ഷൻ എഴുതിയിട്ട് ബി ഇൻ്റർസെക്ഷൻ സി എന്നും എഴുതാം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സീനെ നമുക്ക് എന്ത് ചെയ്താൽ? എ യൂണിയൻ ബി എഴുതി, പിന്നെ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് എഴുതി. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. ബി യൂണിയൻ സീനെ നമുക്ക് എന്ത് ചെയ്താൽ? എ ഇൻ്റർസെക്ഷൻ ബി എന്ത് ചെയ്താൽ? യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്നും എഴുതാം. ഇങ്ങനെയാണ് ഇതിൽ എഴുതുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വെൻ ഡയഗ്രാം വരച്ചു, ഇമ്പോർട്ടൻറ്റ് ലോസ് വരച്ചു. ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് റിസൾട്ട് ഓൺ കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. അപ്പോൾ നമ്മൾ എൻ ഓഫ് എ യൂണിയൻ ബീനെ നമുക്ക് എന്തെഴുതാം? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബീനെ നമുക്ക് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. അതായത് യൂണിയൻ ബി ഇല്ലേ, അപ്പോൾ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എൻ ഓഫ് എ യൂണിയൻ ബീനെ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ്റ് ആണ്, അതായത് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് എഴുതാം. അതായത് വിച്ച് പ്ലസ് എ ആൻഡ് ബി ആർ എന്താണ്? എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സീനെ നമുക്ക് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി എന്ന് എഴുതിയിട്ട് മൈനസ് നമുക്ക് ഓരോന്ന് എഴുതാം, ആദ്യം കണ്ടതുപോലെ തന്നെ. അപ്പോൾ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ്
ഇൻ്റർസെക്ഷൻ സി പ്ലസ് പിന്നെന്താണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതാണ് ഇതിൻ്റെ ഫോർമുല. കാർഡിനാലിറ്റി സം ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ എന്താണ് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിനെ നമുക്ക് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇതോടുകൂടി സെറ്റ്സ് ചാപ്റ്റർ തീർന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.